നമുക്കറിയാം കണ്ണാടിക്കൽ ഗ്രാമത്തിൻ്റെ എല്ലാമായിരുന്നു അർജുൻ. നാട്ടിൽ സന്നദ്ധ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്ന അർജുൻ DYFI പ്രവർത്തകൻ കൂടിയായിരുന്നു. പ്രളയകാലത്ത് ഉൾപ്പെടെ അർജുൻ നടത്തിയ സേവനങ്ങൾ ഇപ്പോഴും നാട്ടുകാരുടെ മനസ്സിലുണ്ട്. പ്രിയപ്പെട്ട അർജുനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് അവർ. അഭിജിത്ത് മുഴക്കുന്ന് സംസാരിച്ചത്. കണ്ണാടിക്കലിലെ എല്ലാ പരിപാടികളിലും സജീവ സാന്നിധ്യമായിരുന്നു അർജുൻ. എനിക്ക് പുറകിൽ കാണുന്ന ഈ ക്ലബിലായിരുന്നു അർജുൻ്റെയും സുഹൃത്തുക്കളുടെയും ഒത്തുകൂടൽ. അർജുനില്ലാത്ത ഒരു വർഷമാണ് അവർക്ക് കടന്നു പോകുന്നത്. ക്ലബ്ബുമായിട്ടും ഈ പ്രദേശത്തെ പലവിധ സംഘടനകളിലും സജീവമായിരുന്നു. ഇവിടെയുള്ള എല്ലാവരുടെ ഓർമ്മകളിലും ഇപ്പോഴും ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അർജുൻ. അർജുൻ എന്ന് പറയുന്നത് ഇപ്പം ലോകത്തിനൊരു വികാരമാണ്. നമ്മുടെ കൂടെ ഉണ്ടാവുന്ന ഇപ്പോൾ DYFIയുടെ പൊതിച്ചോറായാലും എല്ലാ കാര്യത്തിനും ഒരുമിച്ച് നിൽക്കുന്ന ഇവരൊക്കെ അതിൻ്റെയൊക്കെ തന്നെ സുഹൃത്തുക്കൾ, ഇവരുടെ സുഹൃത്തുക്കൾ. ഞങ്ങൾ ലേശം പ്രായമുള്ള ആളുകളായതുകൊണ്ടുണ്ടാകുന്ന ഒരു ഇത്. അപ്പോൾ ഇത് ഈ വിടവ് എന്ന് പറയുന്നത് അർജുനെ പോലുള്ള ഒരാൾ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് നാടിനെ സംബന്ധിച്ച് വലിയ അത് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക്, കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഈ നാടിന് വല്ലാത്തൊരു നഷ്ടമാണ്. ഓർമ്മയ്ക്ക് മുന്നിൽ ഒരു സമർപ്പണം പോലെ നാളെ ഞങ്ങൾ എല്ലാവരും ഒത്തുചേരാം. ക്ലബിൻ്റെ സജീവ പ്രവർത്തകനായിരുന്നു. ഏത് പരിപാടി ഉണ്ടായാലും മുന്നിൽ തന്നെ നിൽക്കുന്ന ഒരു ആളെ വരണം. നമ്മളെ കണ്ണാടിക്കൽ വലിയ മഴക്കാലത്ത് വലിയ പ്രളയം ഉണ്ടാവലുണ്ട്. ഈ സമയത്ത് ഇവിടെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന അർജുനൊക്കെ ആയിരുന്നു. അതേപോലെ തന്നെ DYFI സംഘടനകളൊക്കെ പൊതിച്ചോറ് അതുപോലത്തെ അങ്ങനെ എല്ലാ സംഘടനാ പരിപാടികളിലും മുന്നിലുണ്ടാകുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇങ്ങനെ ഒരു ദുരന്തത്തിന് മുന്നിൽ എല്ലാവർക്കും ഒരു സങ്കടമുണ്ട് വിട്ടുപിരിഞ്ഞതിൽ. ഇപ്പോൾ നമുക്കൊരു അല്പമെങ്കിലും ആശ്വസിക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ സർക്കാർ ആ കുടുംബത്തെ ചേർത്ത് നിർത്തി എന്നുള്ളതാണ്. കാരണം ആ കുടുംബത്തിൻ്റെ എല്ലാവിധ ദുഃഖങ്ങളിലും സന്തോഷങ്ങളിലൊപ്പം സർക്കാർ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അർജുൻ്റെ ഭാര്യയ്ക്ക് നല്ല രീതിയിലുള്ളൊരു ജോലിയുണ്ട്. സർക്കാർ മുൻകൈ എടുത്തിട്ട് ആ ഒരു വേങ്ങേരി സർവീസ് സഹകരണ ബാങ്കിൽ ഒരു ക്ലറിക്കൽ പോസ്റ്റിൽ ഒരു നിയമനം നൽകുക എന്ന് പറഞ്ഞത് അർജുനനെ കണ്ണാടിക്കൽക്കാരനാണ് എന്ന് ആരെങ്കിലും നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്, കണ്ണാടിക്കലാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട അർജുൻ്റെ നാട്ടിലാണ് നിങ്ങൾ എന്ന് വളരെ വേദനയോടുകൂടെ പറയുന്ന ഒരു സമൂഹമായിട്ട് ഇവിടെയുള്ള ആളുകൾ മാറുന്നുണ്ട്. ഞങ്ങൾക്ക് ഒരിക്കലും അർജുനെ വിട്ടുപോകാൻ പറ്റുന്നില്ല. കണ്ണാടിക്കലുകാർക്ക് നഷ്ടമായത് അവരുടെ സുഹൃത്തിനെയോ സഹോദരനെയോ ഒക്കെയാണ്. അർജുൻ്റെ ഓർമ്മയിലാണ് ഈ ഗ്രാമം ഒന്നാകെ. വീഡിയോ ജേർണലിസ്റ്റ് മിജേഷ് അമ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അഭിജിത്ത് മുഴക്കുന്ന്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്. ശരി, അർജുൻ്റെ ഓർമ്മകൾ പങ്കുവെക്കാൻ ഇന്ന് കൂട്ടുകാർ ഒത്തുചേരുന്നുണ്ട്. അവിടെ നിന്നും നമുക്ക് കുടുംബത്തിൻ്റെ ഉൾപ്പെടെ പ്രതികരണം നൽകാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുകയാണ്.